സംഗതിയുണ്ട്. മൂപ്പർക്ക് ഇതൊക്കെ ഒരു തമാശയല്ലേ? പറയാൻ ഇതൊക്കെ എന്താ ചില്ലറ പൊടിക്കൈകളല്ലേ ചില അഭ്യാസങ്ങൾ നോക്കുമ്പോ? ഇപ്പൊ നാട്ടിൽ പോയി നോക്കൂ. കാലത്തെ പിശുക്ക് വർത്തമാനവും പറഞ്ഞ് നാട്ടാരെ വെറുപ്പിച്ച് നിൽക്കുന്നുണ്ടാവും. പുള്ളിക്ക് എല്ലാം കളിയാ. വർഗീസെ കച്ചവടമെങ്കിൽ കച്ചവടം. കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ, പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വീണ്ടും കേൾക്കണം. എന്നെ തന്നെ ഞാൻ തന്നെ കുറവ് നിങ്ങൾ പറഞ്ഞിരുന്നല്ലേ? ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. തമ്പുരാൻ പിശുക്കി ഉണ്ടാക്കിയ കാശ് അന്ന് കുറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ. ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും? എല്ലാം മുറിയും മൊത്തമായിട്ട് പിടിച്ചേക്ക. ഇപ്പൊ പ്രശ്നം ഉണ്ടായാലും ഈ ഹോട്ടലാ ഞാൻ വിലക്ക് വാങ്ങിക്കും. കാണോ, ഞാൻ മൂപ്പറുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ. എവിടെട്ടാ കിങ് ഫിഷർ ഉണ്ടാ? ചിൽഡ് ഉണ്ടല്ലോ. 2 ബിയർ നമുക്കൊന്ന് സൂക്ഷിക്കണ്ടോ. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗണല്ലേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വിലസലെന്നാ? എന്തെങ്കിലും ഉണ്ടച്ചാ ഇപ്പഴാ പറയണം. എന്തിനാ ഇപ്പൊ വെറുതെ മനസ്സിനൊരു സ്വൈരക്കേട്? എത്ര ദിവസമായി ഈ സ്വൈരക്കേട് തുടങ്ങിയിട്ട്? നിന്നെ കണ്ട അന്ന് മുതൽ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അവള് വടക്കുന്നാഥന്റെ അമ്പലത്തിൽ തൊഴാൻ പോകും. ആദ്യകാലത്ത് ഒരു ദിവസത്തേക്ക് ഒരു ഇത്തിരി ഭക്തിയൊക്കെ ആയിക്കോട്ടോ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാമ്പലത്താനേ. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് മനുഷ്യൻ. ഒറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാന്ന് വെച്ചാ, ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുക, അതവളോട് പറയുക, അവളതിന് യെസ് എന്നോ നോ എന്നോ തിരിച്ചേരുക. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള തന്നെയാ. ക്ലാര, ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി ഏതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആദ്യമായിട്ട് മോഹം തോന്നുന്ന ആളിനെ തന്നെ ജീവിതം മുഴുവൻ കിട്ടാന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്കേ കിട്ടൂ. ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു.